ഹായ് ഗയ്സ്, നമ്മൾ ഇന്നുണ്ടാക്കാൻ പോണത് മാമ്പഴപ്പുശ്ശേരിയാണേ. മാമ്പഴപ്പുശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വയറിന് വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ഗയ്സ്. അപ്പൊ എൻ്റെ പപ്പ മാങ്ങ ചപ്പിൻകുടി മാങ്ങ നാട്ടിന് കൊണ്ടുവരുന്നുണ്ടേ. എങ്ങനെ കൊണ്ടുവന്നേന്ന് അറിയാവോ നിങ്ങൾക്ക്? മഴ പെയ്തപ്പോ മാങ്ങ പോയി പറക്കി അത് നന്നായി ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് തീയും ശർക്കരയും ഒടുക്കിയിട്ടാണ് കൊണ്ടുവന്നേ. ഞാൻ നോക്കൂ ഗൈസ്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ബാക്കി കിച്ചണിൽ പോയി നോക്കിയാം. നമ്മുടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കണം ഗൈസ്. നമുക്ക് ചൂടാക്കി എടുത്താലോ. അരമുറി തേങ്ങ ചേർന്ന് വെക്കാവേ. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി ഇട്ട് കൊടുക്കാവേ, ഉപ്പ് ആവശ്യത്തിന് ഇടാം. അപ്പൊ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഈ പാകത്തിന് അരച്ചെടുക്കണേ. നമ്മൾ ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് തൈര് ആഡ് ചെയ്താലോ ഇതിലേക്ക്. പുകടിച്ചാലും ഇതിന് വേറെ കളറ് പോലുണ്ടല്ലോ. ശരിക്കും ഇത് യെല്ലോ കളറാണേ, കുറച്ച് വൈറ്റും കൂടി ഉണ്ട്. നമുക്ക് കുഞ്ഞി പാനിലേക്ക് നെയ്യ് ആഡ് ചെയ്യാം. കുഞ്ഞി പാനിലേക്ക് നമ്മള് നെയ്യാണ് ചേർക്കുള്ളൂ, വെളിച്ചെണ്ണ ചേർക്കൂല. കടുക് കടുക് പൊട്ടി വന്നിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പില ഇടാം. മാമ്പഴപ്പുശ്ശേരിയുടെ ഇച്ചിരി പച്ചക്കറിയും ഉണ്ടാവേ. ഗൈസ്, നമ്മുടെ മാമ്പഴപ്പുശ്ശേരി റെഡിയായി ഗൈസ്.